എനിക്ക് സഞ്ജുവിനോടുള്ള പ്രണയം സത്യസന്ധമാണെങ്കിൽ കതിർ മണ്ഡപം വരെ അത് ചെന്ന് നിൽക്കും. അതിനുള്ള തെളിവും പ്രതീക്ഷയുമാ ഒരിക്കൽ നിശ്ചയിച്ചുറപ്പിച്ച സഞ്ജുവിന്റെ സ്വാതിയുടെയും വിവാഹം നടക്കാതെ പോയത്. ഇനി അത് നടക്കാനും പോകുന്നില്ല. അങ്ങനെയൊരു മുഹൂർത്തത്തിന് വേണ്ടി നീ സ്വപ്നം കാണണ്ട. സഞ്ജുനെയാ പറയുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ മോഹം നടക്കില്ല. നീ അത് മനസ്സിൽ കുറിച്ചു വെച്ചോ. നീ അവിടെ തന്നെ നിന്നോ? അവര് ലൊക്കേഷൻ മാറിയ നീ ഫോളോ ചെയ്ത് എന്നെ വിവരം അറിയിക്കുക. ഞാൻ അങ്ങോട്ട് വരിക. കൊട്ടേഷൻ എടുത്തത് അവർ തന്നെയാ സഞ്ജു. എന്നിട്ട് അവരെവിടെ? ഇവിടെ ഉണ്ടെന്നല്ലേ ദിനേശ് ഞങ്ങൾ പറഞ്ഞത്? ഞാൻ എത്തിയപ്പോഴേക്കും ബാറിൽ നിന്ന് ഇറങ്ങി അവര് പോയി. എനിക്ക് വിവരം തന്ന ആൾ അവരുടെ വണ്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. കുറെ കാലം വഴിവിട്ട് സഞ്ചരിച്ചതുകൊണ്ട് ഈ സിറ്റിയിലെ മുഴുവൻ കൊട്ടേഷൻ ടീമിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവര് തന്നെയാണെന്ന് ഉറപ്പാണോ? അതേ മോനെ, ശ്രീകുട്ടിയെ ഇടിച്ച വണ്ടിയുടെ ഏകദേശം രൂപം ഞാൻ പറഞ്ഞപ്പോ അതുപോലൊരു വണ്ടിയുമായി അവർ 1-2 ദിവസം ഈ സിറ്റിയിൽ കറങ്ങുന്നതായി ഇൻഫോമർ എനിക്ക് വിവരം തന്നു. പോലീസും CCTV ക്യാമറ പരിശോധിച്ച് എനിക്ക് തന്ന വിവരം അത് തന്നെയാ. സഞ്ജു, വണ്ടി എടുക്ക്. അവരെത്ര പേരുണ്ട്? 2 പേരെന്നാ പറഞ്ഞത്. പോലീസിന് ഇൻഫോം ചെയ്താൽ മതിയോ? എന്തും ചെയ്യാൻ മടിക്കാത്ത ടീമാ അവര്. അവരാണ് ചെയ്തെങ്കിൽ പോലീസിന് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെ വേണം. ചോരയ്ക്ക് ചോര കൊണ്ടല്ലാതെ എന്റെ കണക്ക് തീരില്ല. അങ്കിള് കാറി കയറി. അവനെ കണ്ടില്ലല്ലോ. നീയൊന്ന് അടങ്ങ്. കാര്യങ്ങൾ പറഞ്ഞ ഡീൽ ഉറപ്പിക്കട്ടെ. ഇതവരല്ല. ഇത് അവര് തന്നെയാ. ഇനി പുതിയ വല്ല കോൾ വേണം. ഒരാള് സ്വാമിയാണല്ലോ കനക. അത് സ്വാമിയല്ല, ആസാമി. ആരാ? നിങ്ങളിൽ ആരാ? കനകരാജു. ഞാനാ. നിങ്ങളെ അയച്ചാരാ? ബാബാജി. കൊട്ടേഷനാണോ? അതെ, പറഞ്ഞോ. ഒരേ പെണ്ണിനെ തീർക്കണം. നിങ്ങൾക്ക് എത്രയും വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി.
എന്റെ പിന്നാലെ ആരും വരരുതെന്ന് ഉറപ്പ് മാത്രം കിട്ടണം. ഇപ്പൊ വരുന്നതൊക്കെ ഇത്തരം കേസുകളാണല്ലോ. ചാവാൻ ഇത്രയും പെമ്പിള്ളരോ? പെൺകുട്ടികളെ തട്ടിക്കളയാൻ നിങ്ങൾ എക്സ്പേർട്ട് ആണെന്ന് അറിഞ്ഞിട്ടാ ബാബാജി നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് 15 ലക്ഷം കിട്ടണം. അഡ്വാൻസ് 5 ലക്ഷം അതിപ്പോ കിട്ടണം. പഴയൊരു വണ്ടി വാങ്ങണം. ബാക്കി കാശ് കാര്യം നടത്തിട്ട് തന്നാ മതി. അതെല്ലാം നിങ്ങളെ ഡിമാൻഡ് ചെയ്യുന്ന പോലെ. പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇവളെ നിങ്ങൾ അറിയും. ആരാ നിങ്ങള്? വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഈ സ്ഥലം അത്ര ശരിയല്ല. പോടാ. കുറച്ച് ദിവസം മുമ്പ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത നിങ്ങളാ. സ്പോട്ടിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവൾ മരിച്ചില്ല. അതുകൊണ്ട് തിരിച്ചൊരു കൊട്ടേഷൻ തരം വന്നോളാം ഞാൻ. അമ്മേ മഹാമായി, എന്നോട് പുറത്തേക്കണേ. നിനക്കൊക്കെ ഞാൻ ആരാണെന്ന് മനസ്സിലാടാ. നീയൊക്കെ വണ്ടി എടുത്ത് കൊല്ലാൻ നോക്കിയതേ എന്റെ പെണ്ണിനെടാ. അപ്പോ നിനക്ക് വേദനിക്കുമല്ലടാ. എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കി നിനക്കിനെ ഈ കാല് വേണ്ടടാ നായ. അയ്യോ കൊല്ലല്ലേ സാറേ. കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. തലല്ലേ സാറേ. സത്യം പറയാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അന്ന് ആരാടാ വണ്ടി ഓടിച്ച്? ഞാനല്ല. കൊല്ലല്ലേ സാറേ. കൊട്ടേഷൻ തന്നത് ആരാന്ന് നീ പറയാതിരുന്ന നിന്നെ ഞാൻ കൊല്ലും. അത് ലൂക്കാ സാറേ.
അയാള് റിയൽ എസ്റ്റേറ്റും ഹോട്ടൽ മുതലാളിയൊക്കെ. പക്ഷെ അയാൾക്ക് വേണ്ടിയല്ല സാറേ, പിന്നിൽ വേറെ ആളുണ്ട്. അതാരാന്നാ നീ ഇനി പറയണ്ടേ? അത് ഞങ്ങൾക്കും അറിയില്ല. ഒരു മാഡം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരെ പറ്റി ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവരിലേക്ക് എത്തണമെങ്കിൽ ലൂക്ക വേണം. പക്ഷെ ലൂക്ക സാർ ജീവനോടെ ഇല്ല സാറേ. അയാളുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ 2 കഷ്ണമായി രാവിലെ കണ്ടു. ഞാൻ പോയി കണ്ടതാ സാറേ. സത്യമാണോടാ? സത്യമോനെ, ലൂക്ക മരിച്ച വിവരം TV ന്യൂസിലുണ്ട്. നമ്മൾ കരുതുന്ന പോലെ അല്ല മോനെ. കാര്യം കഴിഞ്ഞ കൂടെ നിന്നവരെ അവൾ കൊന്നുകളയും. അങ്കിളെ, ഇവന്റെ 2 കാലും അങ്ങ് എടുത്തേക്ക്. കുറച്ച് ജീവൻ ബാക്കി വെച്ചേക്ക്. പോലീസുകാരൊന്ന് കൊണ്ടുപോയിക്കോളൂ. നീ എവിടെ ഒളിഞ്ഞിരുന്നാലും നിന്നെ ഞാൻ പുറത്ത് ചാടിക്കൂടി. എന്താ മോളെ? ശ്രീകുട്ടി മോളെ, എനിക്ക് വേദനിക്കുന്നു. തല പൊട്ടിപ്പോന്ന വേദനയാ. മോളെ എന്താ പെട്ടെന്ന് ഇങ്ങനെ പെയിൻ വരാൻ? എന്താ കാര്യം മോളെ? മോളെ തലയനക്കാതെ. അവൾ എന്നെ വിളിച്ചുണർത്തിട്ട് ഓടി പോകുന്നത് കണ്ടു. രാത്രിയിലെ മെഡിസിൻ കഴിച്ചില്ലേ മോളെ? എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല. മോളെ തല പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നുവാ. ഷോൾഡർ ഒടിഞ്ഞു പോകുന്ന വേദനയാ. മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മോളെ. ഞാൻ സഞ്ജുവിനെ വിളിക്കാം. വേണ്ട, എന്നെ അവിടെ കിടത്തും. ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരില്ല. എനിക്ക് മടുത്തച്ച. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? പെയിൻ വരാനുള്ള കാരണം അറിയണ്ടേ? ഇനി ബ്ലീഡിങ് ഉണ്ടായോന്ന് അറിയില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം മോളെ. എന്താ നീ മോളെ നീ ഇങ്ങനെ ശാട്ടി പിടിച്ച അച്ഛൻ എന്ത് ചെയ്യും മോളെ? ദൈവമേ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യല്ലോ. മോളെ നീ മെഡിസിൻ കൊടുത്തില്ലേ? വേദന വന്നാ കഴിക്കാൻ ഡോക്ടർ തന്ന മെഡിസിൻ ഞാൻ കൊടുത്തതാ അച്ഛാ. എന്നിട്ടും ഒരു കുറവുമില്ല. അച്ഛൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കേ. ചേച്ചി വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? മോളെ വിളിക്കില്ലേ അച്ഛാ? ഞാനിത് സഹിച്ചോളാം. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കച്ച. ഞാൻ ചൂട് വെച്ചേരാം ചേച്ചി. മോളെ എനിക്ക് പതുക്കെ. മോൾ ഇവിടെ ഇരിക്കേ.
ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? മോളെ മതിയമ്മ, ഞാനൊന്ന് കിടന്നോട്ടെ. മോളെ അമ്മ, അവള് ഓടി പോകുന്നത് കണ്ടു. അച്ഛൻ പറയുന്ന മോളൊന്ന് കേൾക്ക്. തലയ്ക്കുള്ളിൽ കടുത്ത വേദന ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ. എന്തിനാ രാത്രി എല്ലാരും വിഷമിപ്പിക്കുന്നത്? എനിക്കിപ്പോ നല്ല കുറവുണ്ട്. ഇനി അച്ഛൻ പൊയ്ക്കും. മോൾ ഉറങ്ങാൻ നോക്ക്. ഇനിയും വേദന വന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോണം. വേദന കുറഞ്ഞോളും ചേച്ചി. അച്ഛൻ പോയിക്കോ, ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇരുന്നോളാം. എനിക്ക് എങ്ങനെ പോയി കിടക്കാൻ പറ്റും മോളെ? എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. സത്യം അച്ഛൻ ഞാൻ പറയുന്നത്. ഉറക്കത്തിൽ ചേച്ചി എന്തോ കണ്ട് പേടിച്ച പോലെ ഉണർന്നത്. അതിന്റെ ഞെട്ടല്ല വേദന വന്നത്. എന്തായാലും രാവിലെ ഡോക്ടറെ വിളിച്ച് വിവരം പറയാം. കൊണ്ടു ചെല്ലാനാ പറയുന്നെങ്കിൽ കൊണ്ടുപോകാം. ഞാനെന്തായാലും ഉറങ്ങുന്നില്ല. ചെറിയൊരു വേദന വന്നാൽ പോലും മോൾ എന്നോട് ഒന്ന് പറയണം. പറയാ അച്ഛ, അച്ഛൻ പോയിക്കോ. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ ചേച്ചിയുടെ അടുത്ത് ഇരുന്നോളാം. ഞാൻ അടുത്തുണ്ട് ചേച്ചി. ചേച്ചി ഉറങ്ങിക്കോ. മോനെ, ആ ഗുണ്ടകളിൽ നിന്നും പോലീസിന് എന്തെങ്കിലും സൂചന കിട്ടിയതായി അറിഞ്ഞോ? ഞങ്ങളോട് പറഞ്ഞതിൽ കൂടുതലൊന്നും പോലീസിനോട് അവർ പറഞ്ഞിട്ടില്ല. അവർ വെറും ഉപകരണങ്ങൾ മാത്രം അങ്കിൾ. അവർ മാത്രമല്ല, ഒരുപാട് കണ്ണികൾ കടന്നു വേണം ആ സ്ത്രീയിലെത്താൻ. ഇന്നലെ രാത്രി ശ്രീകുട്ടി അനുഭവിച്ച വേദനകൾ അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. ഈ വീട്ടില് നിങ്ങൾ ഇത്രയും പുരുഷന്മാരുണ്ടായിട്ടും എന്റെ മോളോട് ഈ ക്രൂരത കാണിച്ചവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കഷ്ടം തന്നെ. അത് ചെയ്തവർക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവർക്കും അറിയില്ല ചെയ്യിപ്പിച്ചത് ആരാന്ന്. ആർക്കും അറിയില്ല അവൾ ആരാണെന്ന്. അച്ഛന്റെ ഫോണിൽ വിളിച്ചല്ലേ പേരക്കുട്ടിയുടെ മരണവാർത്ത അവൾ ആഘോഷിച്ചത്. അവളെ അച്ഛനും അറിയില്ല. ഇതൊക്കെ എങ്ങനെയാ അച്ഛൻ ഞാൻ വിശ്വസിക്കുന്നത്? മുഖം അറിയാത്ത ഒരാളെ മനസ്സിൽ തപ്പുക ഞാൻ. നീ എപ്പോഴും കരുതുന്നത് എനിക്കെന്തൊക്കെ അറിയാം, ഞാനതൊക്കെ ഒളിപ്പിച്ചു വെക്കുകയാണെന്നല്ലേ? ഇല്ല, നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ കണക്കുകൾ ഞാൻ തന്നെ തീർക്കുമായിരുന്നു. അതിലേക്ക് എന്റെ മക്കളെപ്പോലും ഞാൻ വലിച്ചിഴക്കില്ല. ലൂക്കെ കൊന്നുകളയാൻ കെൽപ്പുള്ളവള് ചില്ലറക്കാരിയല്ല. നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഇനിയുള്ള അവളുടെ നീക്കം സഞ്ജുവിന് നേരെയാവും.